പിന്നീട് നമുക്കുണ്ടായ ഒരു പ്രശ്നം, നമുക്ക് ഒരിക്കലും ഇതിന്റെ കോസ്റ്റ് ബെയർ ചെയ്യാൻ പറ്റണില്ല എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ മില്ല് ഒരു പഴയ മില്ലായിരുന്നു. ആ മില്ലിൽ ഒരു 20 HP ഒരു മോട്ടറിൽ 2 പൾവറൈസർ, നമസ്തേ എന്ന് പറയുന്ന തൃശ്ശൂരിലുള്ള ഒരു കമ്പനിയുടെ പൾവറൈസർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണക്ട് ചെയ്ത് 2 ഒരുമിച്ച് പൊടിച്ചിട്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5 കിലോ 10 കിലോ പൊടിക്കുന്ന ഒരു കപ്പാസിറ്റി ആയിരിക്കില്ല ഒരിക്കലും ഒരു വലിയൊരു കമ്പനിക്ക് വേണ്ടത്. അങ്ങനെയുള്ള മെഷീനാണ് നമ്മളെ മില്ലിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ന് നോക്കിയാലും മെഷീൻസ് കംപ്ലൈൻ്റ് ആണ്, എപ്പോൾ നോക്കിയാലും മെഷീൻസ് പൊട്ടുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ ഹാമറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വെൽഡ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആയെങ്കിൽ പിന്നീട് ആ മെഷീൻ ഡാമേജ് ആവും, അരിപ്പ പൊട്ടും, ഒരുപാട് ചൊറകളായിരുന്നു. അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് ഹാമർ മില്ല് പോയിച്ച് വാങ്ങിച്ചു. അതിനുശേഷമാണ് കുറച്ചെങ്കിലും ഒരു മനസ്സമാധാനം ഉണ്ടായത്. മാത്രമല്ല, പ്രൊഡക്ഷനും കൂടി. ഈ 2 മെഷീനും കൂടിയിട്ട് അടിക്കുന്ന പ്രൊഡക്ഷൻ ഈ ഒരൊറ്റ മെഷീൻ അടിച്ചാൽ മതി. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാഫിനും സുഖമായി, അത് കഴിച്ചിലായി. പിന്നീട് ഞങ്ങൾ കൂടുതൽ കപ്പാസിറ്റി വന്നപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഹാമർ മില്ല്, വലിയ ഹാമർ മില്ല് വാങ്ങിയത്. ആ ഹാമർ മില്ല് വാങ്ങിയപ്പോൾ കുറേ സമാധാനമായി. മണിക്കൂറിൽ 1000 കിലോ വരെ പൊടിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള മെഷീനായി. അപ്പോൾ നമുക്ക് 2-3 ഭായിമാരെ വെച്ചിട്ട് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടിച്ചിരുന്നത് നമുക്ക് അവിടെ ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റി. കാരണം ഒരു ഭായി മതി. ഒരു മണിക്കൂറിലൊരു 500 കിലോ 600 കിലോ വരെ ഏറ്റവും മിനിമം ലോഡിൽ, അല്ലെങ്കിൽ 450 കിലോ വരെയൊക്കെ മിനിമം ലോഡിൽ പോകുന്ന മെഷീൻ വെച്ചപ്പോൾ ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റി.